ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ടൊരു ബേബി ഹാമ്പർ ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫോം ബോർഡാണ്. ഇത് 3mm ഫോം ബോർഡാണ് കേട്ടോ. അത് ഞാനിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പീസും പിന്നെ അതിൻ്റെ സൈഡിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ലെങ്ത്തിനനുസരിച്ച് 4 ഇങ്ങനത്തെ ഒരു ഇതിൽ കാണുന്ന പോലത്തെ പീസും വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് കറക്റ്റ് ഫിറ്റ് അല്ലേ എന്നൊക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യുന്നത് എൻ്റെ നീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷോപ്പിൽ നിന്നിങ്ങനെ ഡ്രസ്സൊക്കെ ജസ്റ്റ് വാങ്ങി ആ കവറിൽ തന്നെ കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ കുറച്ചൊരു എഫേർട്ട് എടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു സന്തോഷമാണല്ലോ. അപ്പോൾ ഞാൻ ആ സൈഡിലത്തെ പീസസൊക്കെ ഇങ്ങനെ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 4 ഭാഗത്തും ഞാനത് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ്. ഇങ്ങനെ ഹാമ്പറായിട്ട് ചെയ്തു തരുന്ന പേജസൊക്കെ ഉണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. എനിക്ക് അതിൽ നിന്നൊന്നും ഓർഡർ ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ കരുതി ഞാൻ തന്നെ ഒന്ന് സെറ്റാക്കാമെന്ന്. ഞാൻ കുറച്ചും കൂടി എഫേർട്ടൊക്കെ എടുത്ത് കുറച്ചും കൂടി നന്നാക്കി ചെയ്യണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ 4 സൈഡിലും ആ ഒരു പീസസ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടി വിടുത്ത് കുറവുള്ള ഒരു 3 പീസും കൂടി ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ വിചാരിക്കും ഫോം ബോർഡ് കുറച്ചിങ്ങനെ പ്രത്യേകിച്ച് 3mm ഒക്കെ ആകുമ്പം അധികം ഒരു സ്റ്റേഡി ആയിരിക്കില്ല എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നല്ല ഒരു ഇതിൽ വെക്കുന്ന സാധനങ്ങളുടെ വെയിറ്റ് താങ്ങാനുള്ളൊരു കഴിവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫെവി ബോണ്ട് വെച്ചത് ഒട്ടിച്ച് വെക്കുമ്പോഴും അത് കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആടിക്കളിക്കുക അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചത്ര ഫിനിഷിങ്ങിലൊന്നും എനിക്കിത് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാൾ നേരത്തെ എനിക്ക് ഇവരുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു 10 to 15 മിനിറ്റ്സിലാണ് ഈ കാണുന്ന എല്ലാം ഞാൻ ചെയ്ത് തീർത്തത്. അതിൻ്റേതായ കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഈ കാണുന്ന ഫോട്ടോസൊക്കെ ഞാൻ വേഗം പ്രിൻ്റ് എടുത്ത് അങ്ങനെ വെട്ടിയൊട്ടിച്ചു. അതിനുശേഷം ഡ്രസ്സൊക്കെ മടക്കി ഒരു ഭാഗത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പിൻട്രസ്റ്റിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ക്യാൻവയിൽ നിന്നും കൂടി എടുത്തിട്ടുള്ള ഫോട്ടോസാണിത്. പിൻട്രസ്റ്റും ഡൗൺലോഡ് ചെയ്തത് ക്യാൻവയിലോട്ട് ആഡ് ചെയ്തു. പിന്നെ ക്യാൻവയിൽ നിന്നും ഇതേപോലെ എലമെൻറ്റ്സ് ഭാഗത്ത് നിന്ന് കിട്ടും. എന്നിട്ട് A4 ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ടാണ് അത് വെട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സൊക്കെ ഞാൻ വേഗം മടക്കി ഒരു സൈഡിൽ വെക്കുന്നുണ്ട്. പിന്നെ അത് കറക്റ്റായിട്ട് കാറിൽ നിന്ന് മടക്കി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കൂടാതെ പിന്നെ ഞാൻ പൗഡർ, സോപ്പ്, പിന്നെ ക്യാപ് മിറ്റൻ്റെ ഒക്കെ സെറ്റ്, സോക്സ്, പിന്നെ ഒരു വാഷ് ക്ലോത്തൊക്കെ ആട്ടോ ആഡ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ശേഷം ഇതിൽ കാണിക്കാതെ ഞാൻ പോകുന്ന വഴിയിൽ വേറൊരു ഡ്രസ്സും കൂടി വാങ്ങിച്ചിട്ട് അതും കൂടി ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിതെല്ലാം കൂടി ഒരു നെറ്റിലൊക്കെ കെട്ടണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് പോണ വഴി 2-3 കടയിൽ കയറി നോക്കി, എനിക്ക് നെറ്റ് കിട്ടിയില്ല. പിന്നെ ആ ഒരു തീരുമാനം ഞാൻ വേണ്ടാന്ന് വെച്ചു. ഞാൻ വിചാരിച്ചൊരു ഫിനിഷിങ്ങിലും ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഹാമ്പറിൻ്റെ അഭിപ്രായം പറയണം. പിന്നെ എല്ലാവരും ഇനിയും ഗിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി എഫേർട്ട് ഇട്ട് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്നവർക്കും ഒരു സന്തോഷമാവും. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.